പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ചൊവ്വാഴ്ചകളിലെ കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേകത്തിലും ആദ്യ ചൊവ്വാഴ്ച പ്രാർത്ഥനകളിലും ആരാധനകളിലും ഉടമ്പടി ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ എല്ലാ കൃപാഭിഷേക ആരാധനയിലും മരിയൻ കൃപാഭിഷേക തപസ് ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വാസ വിജയത്തിൻ്റെ ജാമിതീ രൂപങ്ങൾ, അതാണ് നമ്മൾ ജീവിത വിജയത്തിനായി ഇന്ന് ധ്യാനിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. വിശ്വാസ വിജയത്തിൻ്റെ ജാമിതീ രൂപങ്ങൾ, ജിയോമെട്രിക്കൽ ഫോംസ് ഓഫ് ഫെയ്ത്ത് അപ്ഗ്രഡേഷൻ. വിശ്വാസം വർദ്ധിച്ച് ജീവിതത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ കുറേയധികം ഫോംസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് അറിയാം, ലോകത്തിൻ്റെ മേലുള്ള വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോൾ 1 യോഹന്നാൻ 5:4 തിരുവചനം, 1 യോഹന്നാൻ 5:4, ലോകത്തിൻ്റെ മേലുള്ള, ഒന്ന് ഏറ്റു പറഞ്ഞേ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം നമ്മൾ വരണത് ലോകത്തിൻ്റെ മേൽ നമ്മൾ വിജയം കൈവരിക്കുമ്പോഴാണ് വിശ്വാസം, നമ്മളെ സുവിശേഷവിഹിതമായ വിശ്വാസം രൂപപ്പെട്ട് വരുന്നത്. വിശ്വാസം തന്നെ ഒരു വിജയമാണ് ശരിക്കും. വിജയിച്ച വിശ്വാസത്തിൻ്റെ അപ്ഗ്രഡേഷൻസ് ഇങ്ങനെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ലോകത്തിന്റെ മേലെ വിജയം കൈവരിച്ച് എലിസബത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് അങ്ങയോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശുദ്ധ ലൂക്ക 1:45 പ്രകാരം വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് വിശ്വാസവരത്തിന്റെ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തോൽക്കാനുള്ള കുറേ സാധ്യതകൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് വചനം വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വിജയത്തിൻ്റെ ചുവട്ടുപടി, ആദ്യത്തെ പടി തന്നെ വിശ്വാസമാണ്. ബൈബിൾ അവസാനിക്കുമ്പോഴും വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത്. വെളിപാട് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം,
വിജയം വരിക്കുന്നവന് എന്ന് പറഞ്ഞ് വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കുവാൻ കൊടുക്കും. Praise the Lord. Hallelujah. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 2:17 വെളിപാടിന്റെ പുസ്തകം 2:17 ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവെങ്കിൽ കേട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. വെളിപാടിന്റെ പുസ്തകം 2:17 വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുന്നില്ല. ശ്രുതികട്ടെ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിജയം, വിശ്വാസ വിജയമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ വിജയം വരിച്ചു. എങ്ങനെയാണ് ഈശോ വിജയം വരിച്ചത്? അതാണ് നമ്മൾക്കും വിജയം വരിക്കാനുള്ള മാതൃക എന്ന് പറയണത്. ഈശോ എങ്ങനെയാണ് വിജയം വരിച്ചത്? അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അതാ തൻ്റെ സമാനത സ്റ്റാൻഡേർഡ് അത് അവൻ അവഗണിച്ചു. വിജയത്തിൻ്റെ വഴികളാണതെല്ലാം. യേശു വിജയത്തിൻ്റെ വഴികളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായവും 6-7 വചനങ്ങൾ. ഫിലിപ്പിയർ 2:6-7 വചനങ്ങൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ഏറ്റു പറഞ്ഞേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും സ്വർഗങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവം കൊടുക്കുന്നതും ഈ വിജയത്തിൻ്റെ നാമമാണ്. അതാണ് വെളിപാട് പറയണത് 2:17 ഞാൻ അവനൊരു നാമം കൊടുക്കുമെന്ന്. വിജയത്തിൻ്റെ നാമമാണ്. പരാജയം സമ്മതിക്കാത്ത നാമം. ഒന്നിൻ്റെ മുന്നിലും കുഞ്ഞിപ്പോകാത്ത ഒരു നാമമാണ് വിജയത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. പത്രോസ് ഭയങ്കര പട്ടിണി കിടന്നൊരു കാലമുണ്ടായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തിലെ. പത്രോസ് എല്ലാവരും ഇട്ടിട്ടും പോയി, കർത്താവും മരിച്ചു, യുദാസിൻ്റെ ആത്മഹത്യയോടുകൂടി സഭയ്ക്ക് ചീത്തപ്പേരുമായി, ആകപ്പാടെ നാശകോടാലിയായിരുന്നൊരു കാലം. അപ്പോഴേ അങ്ങനെ ഒരു കാലത്ത് പത്രോസ് വിശ്വാസ വിജയം വരിച്ച ഒരാളായിരുന്നു. കാരണം നമ്മൾ നടപടി പുസ്തകം 3:6 അവൻ 9-ാം മണിക്കൂറിൽ അവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട്. 6-ാം മണിക്കൂറിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്രോസിൻ്റെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ പത്രോസ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഉള്ള ചിന്തയായിരുന്നു. കാര്യം തകർന്ന് 2 വള്ളം ഉണ്ടായിരുന്നു, അത് പോയി. അത് ഈശോനെ പ്രതി ഉപേക്ഷിച്ചതാണ് ശരിക്കും. പിന്നെ സ്വന്തമായിട്ട് ഇട്ടുകൂട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി.
അപ്പോൾ പിന്നീട് ആശ്രയം വെച്ചത് ഈശോയായിരുന്നു. ഈശോയും ഇപ്പോഴത്തെ ഈശോയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഈശോയുടെ എല്ലാ കാലാവസ്ഥകളും നമ്മൾ ഒന്ന് പ്രീസപ്പോസ് ചെയ്യണം. എപ്പോഴും ഒരേ കാലാവസ്ഥ ആയിരിക്കത്തില്ല ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ. ചില സമയത്ത് പട്ടിണിക്കാലം വരും, ചില സമയത്ത് ഉയർപ്പിൻ്റെ കാലം വരും, ചില സമയത്ത് നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യുന്ന കാലം വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു കാലമായിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പത്രോസിന് 3:6 എന്നാ കാലമാണ്? പട്ടിണിക്കാലവും, പണമില്ല, സമ്പത്തില്ല, ജോലിയില്ല, കൂടെ ഉള്ളവരൊന്നും ഇല്ല. കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് പോലും കിട്ടണില്ല. പത്രോസ് ഒറ്റയ്ക്കാണ് പള്ളിയിൽ വരണത്. യോഹന്നാൻ കൂടെ ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. ബാക്കി 10 പേരെന്ത് ചെയ്യും? അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലേ? വി ഡോണ്ട് നോ വെദർ ദേ പെയറിങ് ഓർ നോട്ട്. അതാണ് അവസ്ഥ. സഭ തന്നെ ഒരു ആധ്യാത്മിക ശൈഥില്യം പിടിച്ചൊരു കാലമാണത്. ഇവർ ശരിക്കും ഐക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 10 ഇപ്പോൾ യുദാസ് പോയെന്ന് വിചാരിക്കുക, മത്തിയാസ് ഉൾപ്പെടെ 12 പേര് ഒരുമിച്ച് ദേവാലയത്തിൽ വരേണ്ടതല്ലേ? അവർക്കും പ്രാർത്ഥനയും കാലിന് നമസ്കാരമൊക്കെ ഉള്ളതല്ലേ? പക്ഷേ ദേ ആർ നോട്ട് കമ്മിങ്. ഈ 2 മനുഷ്യർ ഒറ്റക്ക് ഇങ്ങനെ ദേവാലയത്തിലോട്ട് വരികയാണ്. വരേണ്ട സമയത്ത് ഈ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടണുണ്ട്. അപ്പോൾ പത്രോസ് അവനേക്കാൾ ഗതികെട്ട ജീവിതമാണ് ഇപ്പം ജീവിക്കുന്നത്. പത്രോസ് അത് തുറന്ന് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വയം എളിമപ്പെടുന്നൊരു മനുഷ്യനാണ് അയാൾ. ആ മുടന്തിൻ്റെ മുമ്പിൽ പറയും, എൻ്റെ അവസ്ഥ നിന്നേക്കാൾ കഷ്ടമാണ്. വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം, നമുക്ക് പൈസ ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം. പക്ഷേ ഹീസ് അറ്റൻഡിങ് ദറ്റ് കേസ്. വേണമെങ്കിൽ ദേവാലയത്തിൻ്റെ വാതിൽ എന്തുമാത്രം ധർമ്മക്കാരിരിക്കുന്നതാണ്. പത്രോസിന് മൈൻഡ് ചെയ്യാതെ പോകാം, ആരും ഒന്നും പിടിച്ചു കെട്ടത്തില്ല. നോ, അയാളൊരു പാവപ്പെട്ട എളിയ മനുഷ്യനാണെങ്കിലും അയാളോട് സംസാരിക്കുന്നുണ്ട് പത്രോസ്. ആ കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് തൻ്റെ അവസ്ഥ പറയും. നിന്നെപ്പോലെയാണ് ഞാനും, എൻ്റെ കയ്യിലുമില്ല ഒന്നും. എൻ്റെ കാലം അതാണ്. ഒത്തിരി ഉണ്ടായിരുന്നതാണ്. 2 വള്ളവും വലയും അടിശ്ശേരി കാശും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അതിന് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇതാണ് വിജയം എന്ന് പറയണത്, വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയണത്. കാലം ചേഞ്ച് ചെയ്തു, അതിൻ്റെ പേരിൽ കീഴടങ്ങാൻ തയ്യാറല്ലാത്തൊരു വിശ്വാസി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തകർന്ന് തരിപ്പണമായി 0- ആയാലും ജീവിത പ്രാരാബ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും മുമ്പിൽ തോറ്റുകൊടുക്കാനും കീഴടങ്ങാനും തയ്യാറാകാത്ത ഒരു മനുഷ്യൻ, അതാണ് വിശ്വാസി. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് 1 യോഹന്നാൻ 5:4 നമ്മൾ പറഞ്ഞത്. ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. ഒന്നേറ്റ് പറഞ്ഞേ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസിൻ്റെ വിശ്വാസം. അതാണ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന, അജ്ഞാതമായ മന്ന നൽകും, ഞാൻ അവന് ഒരു നാമം നൽകുമെന്ന്. ദ നെയിം ഓഫ് ജീസസ്. അവന് കൊടുത്ത നാമം എന്താ? വിജയം വരിച്ച ആ വിശ്വാസത്തിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം വരിച്ചു. തൻ്റെ കൂട്ടുകാർ തന്നെ കൂടെ ഇല്ലാതെ, സപ്പോർട്ടില്ലാതെ വന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോലും കൂടെ വരാൻ സഭയില്ലാഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അപ്പോഴും അതിൻ്റെ മേലും അവൻ വിജയം വരിക്കുകയാണ്. ഒരു എളിയ മനുഷ്യനോട് അവൻ സംസാരിക്കാൻ തയ്യാറാകുന്നു. ഇത്രയും തകർച്ച ബാധിച്ച കാലഘട്ടങ്ങളിൽ തൻ്റെ വിദ്യാണെന്നോർത്ത് സ്വയം ശപിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളിലോടുകൂടി അവനതിനെ അപ്രോച്ച് ചെയ്ത് സമീപിക്കാൻ തയ്യാറാകണം എന്ന് അവനോട് സംസാരിച്ച് പത്രോസ്. ഞാനും നിന്നെപ്പോലെയാണ്, എൻ്റെ കയ്യിലും ഇല്ല, പൊന്നുമില്ല, എനിക്ക് റോമാൻ നാണയം ഇല്ല എൻ്റെ കയ്യിൽ.
വെള്ളിയില്ല, ഇസ്രയേലിൻ്റെ നാണയവും എൻ്റെ കയ്യിലില്ല. നാണയമില്ല എൻ്റെ കയ്യിൽ, കാൽക്കാശിന് വകയില്ലാണ്ടാണ് ഞാനും നടക്കണത്. പക്ഷേ ഐ ആം പ്രേയിങ്. ഞാനും നീയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നീ ഇപ്പോൾ ഇവിടെ നിന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിനകത്ത് കയറാതെ. പക്ഷേ ഞാനീ വരും കൈയോടെ ദേവാലയത്തിനകത്ത് കയറുന്നു. എന്താണ്? അത് വിജയം വരിച്ചവൻ്റെ ലക്ഷണമാണ്. ഏത് തകർച്ചയിലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയത്തെ മറന്നു പോകാതെ ആവേശത്തോടു കൂടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്നതാണ് വിജയം വരിച്ചവൻ്റെ ഒരു ലക്ഷണം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും പറഞ്ഞ ശേഷം പറയും, ബട്ട് വെയിറ്റ്, ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്, ദറ്റ് ഐ വിൽ ഗിവ് യു. അത് ഞാൻ നിനക്ക് തരാം. എന്താണ്? പൊന്നില്ല, വെള്ളിയില്ല. പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു മനുഷ്യൻ പരാജയപ്പെടത്തില്ല. എന്നെ വിജയിപ്പിക്കുന്ന ഒരു നാമം എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് വെളിപാട് 2:17 പറഞ്ഞത്. വിജയം വരിക്കുന്നവന് ഞാനൊരു നാമം നൽകുമെന്ന്. ഏത് തകർച്ചയിലും, സാമ്പത്തിക തകർച്ചയാകാം, രോഗപീഠയാകാം, നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് നടക്കാൻ പറ്റാത്തതിനുണ്ടാകുന്ന തകർച്ചയാകാം, മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകാം. പക്ഷേ അതൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു. ഹി ഹാസ് നത്തിങ് ടു ഡു വിത്ത് മീ. അതാണ് ഗുരു പറഞ്ഞത്. ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവന് എൻ്റെ മേൽ കാര്യമില്ല. എന്താ കാര്യം? അവൻ വിജയിച്ചവനാണ്. ലോകത്തിൻ്റെ ഏത് പൈശാചിക നടപടികളുടെ മേലും വിജയം വരിച്ചവനാണ് നമ്മളുടെ മാതൃക. ശ്രുതികട. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 വിജയം വരിച്ചവരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈശോനെയും കണ്ടു, പത്രോസിനെയും കണ്ടു. ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളിലൊന്നാണ് പൈശാചികമായ പ്രലോഭനങ്ങളും അവസ്ഥകളും. അതാണ് ഈശോ പറയുന്നത്, ലോകത്തിൻ്റെ അധികാരി. അവിടെ നിർഭയനായി നിൽക്കുന്ന ഈശോ. പത്രോസ് ദാരിദ്ര്യം, യുദാസിൻ്റെ ആത്മഹത്യ, തൻ്റെ കയ്യിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള കയ്യബദ്ധങ്ങൾ. പത്രോസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവനെ പരാജയപ്പെടുത്താമായിരുന്നു. അവനാണ് തീ കാഞ്ഞത്, അവനാണ് തള്ളിപ്പറഞ്ഞത്. വേണമെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വന്ന മുൻകാല തകർച്ചയുടെ കാരണങ്ങൾ ഓർത്തുകൊണ്ട്, പാപാവസ്ഥ കൊണ്ട് വേണമെങ്കിൽ അവന് മനസ്സിടിഞ്ഞ് ഡിപ്രസ്ഡായിട്ട് അവസാദം പിടിച്ചിരിക്കാമായിരുന്നു. ഹീ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. പത്രോസിന് തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. കാര്യം അവൻ്റെ കയ്യിൽ അബദ്ധം വന്നതാണ്. കഴിഞ്ഞ അവൻ്റെ ഭൂതകാലങ്ങൾ പരിശോധിച്ചാൽ വിശ്വാസത്തിൽ വലിയ തകർച്ച വന്ന മനുഷ്യനാണ്. വേണമെങ്കിൽ അതൊക്കെ ഓർത്തുകൊണ്ട് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞും മോങ്ങിയും ജീവിതം നയിക്കാൻ പറ്റും. ഹീ ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. എന്താ കാര്യം? അവൻ യേശു എന്ന നാമത്തിലാണ് അവൻ വിശ്വസിക്കണത്. അതാണ് അവന് കിട്ടിയിരിക്കുന്ന വെള്ളക്കല്ല്, അതാണ് അവന് കിട്ടിയിരിക്കുന്ന നിഗൂഢമന്ന, അതാണ് അവന് കിട്ടിയിരിക്കുന്ന നാമം. ശ്രുതികട. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമം ഇത്രയും വിജയിക്കാൻ കാരണം എന്താണ്? വിജയത്തിൻ്റെ പര്യായമായി മാറാൻ കാരണം എന്താണ്? അതാണ് നമ്മൾ കണ്ടത്. ഫിലിപ്പിയ ലേഖനം 2:6-7. അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. നെക്സ്റ്റ് വേർഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അവൻ തന്നെ താഴ്ത്തി.
വിജയത്തിൻ്റെ പടികളിൽ ഒന്നാണ് തന്നെ തന്നെ താഴ്ത്തുക. വിജയത്തിന്, വിശ്വാസ വിജയത്തിന് കുറേ പടികളുണ്ട്. അതിലൊന്നാണ് തന്നെ തന്നെ താഴ്ത്തുക. അത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കർത്താവ് സ്വയം ചെയ്തതാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ വിശ്വാസ വിജയത്തിനായി സ്വയം താഴ്ത്തപ്പെടേണ്ട അവസ്ഥകൾ വന്നാൽ ഈശോയെ പോലെ ഫിലിപ്പ് 2:6 അനുസരിച്ച് എന്റെ സ്ഥാനങ്ങള് വകവെക്കാതെ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തിലെ യേശുവിനെ മഹത്വപ്പെടുത്തി സ്വയം താഴ്ത്താൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്നവൻ, ഇപ്പം ഫിലിപ്പ് 2:6 ഈശോ എന്നാ ചെയ്തത്? പിതാവ് അവന് ഉയർത്താൻ കാരണം എന്താണ്? അവൻ തന്നെ തന്നെ താഴ്ത്തിയതാണ്. ഈ ഫിലിപ്പിയർ 2:6 തന്നെയാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:12. തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോഴും ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകുന്നതിന് വേണ്ടിയുള്ള താഴ്ചയുടെ ഒന്നാമത്തെ പടി നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ്. തന്നെത്താൻ താഴ്ത്തേണ്ട കുറേ സാഹചര്യങ്ങൾ വരും. ഇപ്പോഴേ അകന്ന ബന്ധു അടുത്ത ബന്ധു, കൊറോണ കാലമാണ്, കല്യാണത്തിന് ഒന്നും എല്ലാവരെയും ഒന്നും വിളിക്കണില്ല. അപ്പോൾ ഇന്ന ആൾക്കാരുടെ കല്യാണമാണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കുറേയൊന്നും വന്നില്ലല്ലോ എന്ന് നമുക്കൊരു ചിന്ത. അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കണത് എന്താ? ഫോൺ എടുത്ത് വെച്ചിട്ട് നാട്ടുകാരെ മൊത്തം വിളിക്കും. അവരെ വിളിച്ചോ ഇവരെ വിളിച്ചോ. അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിച്ചെന്ന് പറയണമെങ്കിൽ അവർ നമ്മളുടെ അത്രയും ബന്ധമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് അവരെ വിളിച്ചിട്ട് നമ്മളെ വിളിക്കാഞ്ഞത്? അപ്പോൾ നമ്മൾ പറയും നമ്മളെ വിളിച്ചും പോക്കും വരട്ടെ. അതാണ് സംഭവം. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചിലപ്പോൾ മനഃപൂർവ്വം വിളിക്കാഞ്ഞതാകാം, ചിലപ്പോൾ അവഗണിച്ച് അറിയാണ്ട് അബദ്ധം പറ്റിയതാകാം. വാട്ടർ തിങ് എന്തുമായിക്കൊള്ളട്ടെ, നീ ഇപ്പോൾ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കരുതി വെച്ചിരിക്കും. എന്താണ്? നമ്മൾക്കും ഒരു കല്യാണം വരുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാനുള്ളൂ. അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, നാട്ടുകാരെ പറഞ്ഞ് അത് അവരെ അറിയിക്കാൻ വേണ്ടി എത്തിക്കുകയും ചെയ്യും. ഞാൻ മനഃപൂർവ്വമാണ് എനിക്കൊരു പണിയും പാരയും വെച്ചത് കൊണ്ട് തിരിച്ചൊരു പണി തന്നതാണെന്ന് അപ്പോൾ നമുക്ക് സമാധാനമാകും. ഇതാണ് ലോകം. ഈ ലോകത്തിന് മേലുള്ള വിജയമാണ് വിശ്വാസമെന്ന് യോഹന്നാൻ നമ്മൾ വായിച്ചത്. 1 യോഹന്നാൻ 5:4 പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു ലോകം രൂപപ്പെട്ട് വരുമ്പോൾ യേശുവിന്റെ നാമത്തെ പ്രതി സ്വയം എളിമപ്പെട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ മേലുള്ള വിജയം കൈവരിക്കുവാൻ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് നമ്മളെ തന്നെ താഴ്ത്തിയാൽ അവർ വിളിച്ചില്ല, നമ്മൾ പോയില്ല, പക്ഷെ നീ ദൈവപൈതലാണെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അല്ലെങ്കിൽ അവർ നിന്നെ ഒഴിവാക്കി താത്തിക്കേട്ടി തള്ളിപ്പറഞ്ഞു ചവിട്ടിത്താഴ്ത്തി എന്നും പറഞ്ഞ് എപ്പോഴും പക, വിദ്വേഷം, ശത്രുത ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നിനക്ക് ദിവ്യകുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നീ അശുദ്ധമായിരിക്കുകയാണ് ശരിക്കണത്. വിശുദ്ധി എന്ന് പറയണത് വിശ്വാസം അനുസരിച്ചുള്ള ജീവിത രീതിക്കാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ധ്യാനിക്കുമ്പോഴേ നിങ്ങൾ സന്തോഷമായി വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടി ഈശോയുടെ നാമത്തെക്കുറിച്ച് ആലോചിച്ച്
മനസ്സിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഈശോന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ ശക്തീകരിക്കുവാനും സ്വയം എളിമപ്പെടുത്തുന്ന വചനങ്ങള്, ജയത്തിന്റെ വിശ്വാസ വചനങ്ങളെ കേൾക്കുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അതിൽ വിശ്വസിച്ച് അതിൽ വളരുവാൻ എന്നെ വചനത്തിന്റെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ വായിച്ചില്ലേ, അതായത് തന്നെ താഴ്ത്തുക, അതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ വഴി. അതാണ് പത്രോസ് തിരഞ്ഞെടുത്തത്. തൻ്റെ ഇല്ലായ്മ ആരുടെ മുമ്പിലും പരസ്യമായി പറയുന്നതിന് യാതൊരു ഇൻഹിബിഷൻസുമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോഴും ദൈവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ സ്ഥിരതയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരെ നമ്മളെ താഴ്ത്തും. മനുഷ്യന്മാരിലെ ചുറ്റുവട്ടങ്ങളിലുള്ള ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, നമ്മൾക്കൊരു ഈടറവ് വരുമ്പോൾ നമ്മളെ താഴ്ത്തും. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടാണ് ഈശോ. മനുഷ്യന്മാർ തരം കിട്ടിയപ്പോൾ മുതലെടുത്ത് എന്തുമാത്രം വിഷമിപ്പിച്ചു. അത് ഈശോയ്ക്ക് നല്ല ശരിക്കും അറിയാമായിരുന്നു. ഈശോയ്ക്ക് 800 വർഷം മുമ്പ് ഐസയ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഐസയ 53-ന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും ഇടയായ സംഭവങ്ങളാണ് ഐസയ ഈശോനെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരൊരു ഏജൻറ്റാ. നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തും. പിന്നെ താഴ്ത്താനുള്ളത് ആരാണ്? മനുഷ്യന്മാർ, ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം, പൊതുജനം നമ്മളെ താഴ്ത്തും. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ നാളിൽ ഭയങ്കര പത്രപരസ്യങ്ങളും മീഡിയ വേട്ടയാടലും ഒക്കെ ആയിരുന്നു കൃപാസനത്തിന്. ആരാണ്ടൊക്കെ പത്രം കഴിച്ചെന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ സമരം വരെ നടന്നു. അപ്പം ചിലപ്പോൾ മനുഷ്യർ, അപ്പം അന്ന് ഞങ്ങളാരും അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. മാതാവിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. സത്യമല്ലാത്ത കാര്യങ്ങളാണ് പറയണമെങ്കിലും നീതീകരിക്കാൻ പോലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പോലും ഞങ്ങൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ അങ്ങനെയാണ് ചെയ്തത്. അമ്മയുടെ ആധ്യാത്മികതയാണ് ഫോളോ ചെയ്യണത്. അപ്പം ചിലപ്പം മനുഷ്യർ ചെയ്യണതല്ലത്, നമ്മളെ ഉയർത്താൻ വേണ്ടി ദൈവം മനുഷ്യരെ കരുവാക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും, അതാണ് ഐസയ 53:3, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ എന്താ ചെയ്തത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഹി വാസ് സൈലൻറ്റ്. സൈലൻസിന് ഭയങ്കരമായ ഒരു സ്ഥാനമാണ് ഈ അപമതിക്കപ്പെടുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളോട് പറയുന്നത് തന്നെ പറയും, യു യുവർസെൽഫ് ഡു ഇറ്റ്. അതൊരു ഹോംവർക്കാണ്. നീ നിന്നെ തന്നെ ആദ്യം എളിമപ്പെടുത്തുക. തന്നെത്താൻ ഉയർത്തുന്നവനല്ലേ താഴ്ത്തുന്നവനല്ലേ ഉയർത്തപ്പെടുക. അപ്പം അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തണതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള സാഹചര്യം ദൈവം തരും. രണ്ടാമത്തത്, ദൈവം മറ്റു മനുഷ്യരെ ഉപയോഗിക്കും നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഐസയ 53:3 എഴുതിയിരിക്കുന്നത്, ഈശോ മനുഷ്യരാൽ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും ചെയ്തു, അപമാനിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവനെന്ത് ചെയ്തു? ഹി വാസ് സൈലൻറ്റ്. 53:7 എന്താ പറയണത്? അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നുവെന്നാണ്. ശാന്തതയാണ് എളിമ. ദൈവം എളിമപ്പെടുത്താൻ വേണ്ടി പൊതുസമൂഹത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മുടെ ഭാഗം നിർവഹിക്കുക. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകും. നോ,
നോട്ട് നീഡ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ആരാ? നമ്മളല്ല, ദൈവമാണ്. ദൈവത്തിന് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നീ സമയം അനുവദിക്കണം. ദാറ്റ് ഈസ് സൈലൻസ്. അതാണ് സ്പിരിച്വൽ സൈലൻസ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വി ആർ നോട്ട് ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി യോഗ ക്ലാസ്. ഒരു യോഗ ക്ലാസ്സിലുള്ള സൈലൻസ് അല്ല ക്രിസ്ത്യൻ സൈലൻസ്. ക്രിസ്ത്യൻ സൈലൻസ്, വി ആർ ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ഫ്രാൻസിസ് അസീസിയുടെ സ്പിരിച്വാലിറ്റിയാണത്. സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്, ചന്തസ്ഥലത്തെ ആധ്യാത്മികത. ചന്തസ്ഥലത്ത് നിന്ന് എന്തും സംഭവിക്കാം. പൊതുസമൂഹത്തിൽ നിന്ന് എന്തും ചന്തത്തരവും നമുക്ക് സംഭവിക്കും. പക്ഷേ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു സൈലൻസ് ഉണ്ട്. അതാണ് സൈലൻസ്. അല്ലാതെ ഇപ്പോൾ ഒരു പുൽപ്പായ എടുത്തിട്ട് നമ്മൾ കണ്ണടച്ച് കൈയും കുപ്പി ചമ്പറം കുട്ടി ഇരുന്ന് ധ്യാനിക്കുന്ന സൈലൻസ് അല്ലത്. ജീവിത പ്രശ്നങ്ങളോട് പ്രതിരോധിക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ മരിയൻ മെത്തേഡ് ഫോർ സ്പിരിച്വാലിറ്റി. അമ്മ അങ്ങനെയായിരുന്നു. അമ്മ ചവിട്ടിക്കൂട്ടപ്പെട്ട കാലത്ത് അമ്മ പെറ്റ് കിടന്നിട്ട് പോലും ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ഇടയന്മാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ഇത്രയും അപ്പായ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഈ ചാണാക്കുഴി പെറ്റ് ചോരയും പിടിച്ച് കിടന്നിട്ട് തണുത്ത് വിറച്ച് കിടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ബട്ട് ഷീ വാസ് സൈലൻറ്റ്. അതാ 2:19 പറയണത്. 2:19 അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യർ നമ്മളെ താഴ്ത്തും, അല്ലേ? മനുഷ്യർ താഴ്ത്തും. വിജയത്തിൻ്റെ വഴികളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശ്വാസ വിജയത്തിൻ്റെ വഴികളിൽ തന്നെ താഴ്ത്തുക ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണത്. അത് ഈശോ ചെയ്തതാണ്. തന്നെ താഴ്ത്തി. എന്താണ്? അവൻ്റെ സ്റ്റാൻഡേർഡ് അവൻ കീപ്പ് ചെയ്തില്ല. ചിലപ്പോൾ നമ്മുടെ നിലവാരം ചോദ്യം ചെയ്യപ്പെടാം. ഇപ്പോൾ ചില അപ്പന്മാർ വന്ന് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ പുതിയ മരുമക്കൾക്ക് ഇങ്ങനെ മേലും കീഴും അറിയത്തില്ലല്ലോ. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അവരപ്പം തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പന്മാർ വന്ന് അമ്മായിയപ്പൻ അല്ല കെട്ടി വന്ന വീട്ടിൽ ഭർത്താവിൻ്റെ അപ്പൻ അകത്തോടെ വന്ന് കയറുകയാണ്. അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾക്കറിയാം ഈ മുപ്പലാം കയറി വരുന്നുണ്ടെന്ന്. പക്ഷേ മൈൻഡ് ചെയ്യത്തില്ല അവളെന്താ? അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതോടുകൂടി ആ അമ്മായിയപ്പന് കുരുവ് പൊട്ടും. തീർന്ന പരിപാടി. പിന്നെ എന്താണ്? ഈ പിശാചിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ കല്യാണം കലക്കണം. അവർ അത് മനുഷ്യനും വിറഞ്ഞു കഴിഞ്ഞുകൊണ്ടല്ലോ അവൻ മേലും കീഴും നോക്കത്തില്ല. എന്താണ്? അവൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും. അതായത് ഒരപ്പനാണ് കയറി വരുന്നത്. അപ്പം മരുമകൾ പുതിയ മരുമകളാണ്. അവൾ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ മൈൻഡ് ചെയ്യണില്ല. അതെന്ത് ചെയ്ത്? പിന്നെ അയാൾ മൈൻഡ് ചെയ്യാതെ തടിതപ്പി അവിടുന്ന്. കാര്യം എന്താ? ഇവിടെ മുമ്പിൽ കൊച്ചാകണതായിട്ട് അവളറിയിക്കാതിരിക്കുക. നീ ഇരിക്കണത് ഞാൻ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരികിട കളി കളിച്ചുകൊണ്ട് മാറി. അല്ലെങ്കിൽ ചെന്ന് ഭർത്താവിനോട് പറയും, നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നുണ്ട്, ഒരു വിഷവിത്തിനെയാണ് കെട്ടിയെടുത്തിരിക്കുന്നത്, കുടുംബത്തിൻ്റെ മാനവും സ്ഥാനവും അറിയാൻ പാടില്ലാത്ത ആളെയാണ്, ഇവൾ ആര് വളർത്തി, ഏത് കാണ്ടാമൃഗമാണ് ഇവളെ വളർത്തിയെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് ഭയങ്കര ഡയലോഗാണ് നമുക്ക് എവിടെയാണ്. ദാറ്റ് ഈസ് കാര്യം എന്താ? നമ്മുടെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ദൈവമാണ്, പക്ഷെ ദൈവമാണ് അവളെ അവിടെ ഇരുത്തിയത്, നമ്മുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു വഴി കാണിച്ച് വെച്ചിരിക്കുന്നതാണെന്ന് ലോകത്താരും മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവ പൈതലിന് മനസ്സിലാകും. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? അവൻ അമ്മയെപ്പോലെ മൗനം പാലിക്കും. 2:19 മൗനം. അവൻ ഈശോയെപ്പോലെ മൗനം പാലിക്കും. ഐസയ 53:7 മൗനം. ആ വിഷയം അങ്ങനെയാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തും. നമ്മുടെ സ്ഥാനം. കാര്യം എന്താ? അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. നീ അമ്മായിയപ്പനാണ്, വീടിൻ്റെ അപ്പനാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്, ഓക്കെ. പക്ഷേ ചില സമയത്ത് സ്ഥാനങ്ങൾ നമ്മൾക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. നമ്മുടെ സ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. ഇപ്പം 3 പേര് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന നമ്മൾ ആ സംസാരത്തിന് അവോയ്ഡ് ചെയ്യും. നിങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, നിങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് എന്നാ കിട്ടാനാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും, അതല്ലെങ്കിൽ നമുക്ക് അതിനെ കുത്തിക്കലക്കം ഉണ്ടാക്കേണ്ടി വരും. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം ഇതല്ലേ, ചില സമയത്ത് ദൈവം തന്നെ ഇങ്ങനെ സമൂഹത്തിൽ 3 പേരുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാളായിട്ട് നിന്നെ അവോയ്ഡ് ചെയ്തെന്ന് വരാം. കാര്യം എന്താണ്? അപ്പോൾ നീ ഓർക്കണം, ഒന്നും സംഭവിച്ചിട്ടില്ല, ഈശോയായിട്ട് എന്നെ മാറിയിരിക്കുന്നു ഞാൻ. കാര്യം ഈശോയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, പക്ഷേ അവൻ ദൈവത്തോടുള്ള സമാനത, അവൻ്റെ സ്ഥാനം പരിഗണിക്കേണ്ട ഒരു കാര്യമായി അവൻ കരുതിയില്ല. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാനും എൻ്റെ സ്ഥാനം ഈശോയുടെ നാമത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമായി കരുതണില്ല. കർത്താവെ, എന്നെ എളിമപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, ദൈവം നമ്മൾ ഉയർത്തണ വഴികളാണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയത്തിൻ്റെ വഴികളിൽ നമ്മൾ 2 താഴ്ചകൾ കണ്ടു. എന്താണ്? തന്നെത്താൻ താഴ്ത്താൻ പറ്റും, പിന്നെ മനുഷ്യർ, ദ സെക്കൻഡ് പേഴ്സൺ, അതർ പേഴ്സൺ നമ്മളെ താഴ്ത്തും. അതാണ് നമ്മൾ ഐസയ 53:3 കണ്ടത്. തന്നെത്താൻ താഴ്ത്തുന്നത് നമ്മൾ ഫിലിപ്പിയർ 2:6 കണ്ടു. ഇനി ദൈവം തന്നെ നേരിട്ട് നമ്മളെ താഴ്ത്തും, നമ്മളെ എളിമപ്പെടുത്തും. ദൈവം തന്നെ നേരിട്ട് നമ്മളെ എളിമപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ പണ്ട് മുതലേയുള്ള വിശ്വാസ വഴികളിലുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിയമാവർത്തനം 8:2 എന്താ പറയണത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ചത് എന്ത് മരുഭൂമിയാണ്? ശൂന്യത ഓരിയിടുന്ന മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? ആത്മീയ സർപ്പങ്ങളുള്ള മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? വെള്ളവുമില്ല ഭക്ഷണവുമില്ലാത്ത മരുഭൂമി, പട്ടിണിക്കാലം. അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ മഞ്ഞത്തേളുകളുള്ള മരുഭൂമി. കാര്യം നമ്മൾ കുറേ നാളത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ തേളിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ കണ്ടുമുട്ടത്തുള്ളൂ. തന്തയ്ക്ക് വിളിക്കണവരും തോന്നിവാസികളും നമ്മളെ മൈൻഡ് ചെയ്യാത്തവരും ഒരു കാലമാണ്. ജീസസിൻ്റെ കൂടെ ഈ കാലങ്ങൾ ഒത്തിരി ഉണ്ട് മക്കളെ. നിങ്ങളെപ്പോഴും വിചാരിക്കരുത് സന്തോഷത്തിൻ്റെ കാലമല്ലേ, എല്ലാ തരത്തിലെ കാലവുമുണ്ട്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ എന്താണ്? ആഗ്നേയ സർപ്പങ്ങളാണ്. പണിയും പാരയും വരണത് അറിയത്തില്ല. കാര്യം ആഗ്നേയ സർപ്പങ്ങളെ കണ്ടിട്ടില്ല, തീപ്പാമ്പ്. അവൻ ഈ മരുഭൂമിയിലെ മഞ്ഞ മണ്ണിൻ്റെ ഉള്ളിൽ പൊതഞ്ഞ് കിടന്നിട്ട് മൂക്ക് മാത്രം മോളി വെക്കും. കാണത്തില്ല, പാര എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ചവിട്ടടി നമുക്കെതിരെയുള്ള മരണം പതിയിരിക്കുന്ന കാലമാണ്. ചവിട്ടടിയും മരണം പതിയിരിക്കുന്നു. ചവിട്ടി കഴിയുമ്പോഴാകുമ്പോൾ പിടിക്കണത് നമ്മളെ. അപ്പം അങ്ങനെ ഒരു കാലമുണ്ടാകും, മരുഭൂമിയിലൂടെ നയിക്കും. പക്ഷേ എന്താ പറയണത്? ഭജനം എന്താ പറയണത്? ഇങ്ങനെ അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് സംഭവം. ഇതാണ് നിയമാവർത്തനം 8:2, 8:3. നിങ്ങളെ എളിമപ്പെടുത്താനും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് കൂടിയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് പിന്തിരിയാൻ വേണ്ടിയാണ് എൻ്റെ മക്കളൊരു പണി ചെയ്യണം. ഇപ്പം ഇന്നാളൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ വീട്ടിലെപ്പോഴും കലഹം, മക്കൾ തമ്മിലടിയും ദേഹോപദ്രവവും. വീട്ടിൽ ചില ആൾക്കാർ അടുക്കളയിലുള്ള പെണ്ണുങ്ങൾ അരിയിട്ട് വെക്കണില്ല, സമയത്ത് ആഹാരമില്ല, എല്ലാം സമരവും സ്ട്രൈക്കുമാണ്. വീട്ടിൽ തമ്മിലടിയും അതിൻ്റെ പേരിലുണ്ടാകുന്ന വീട്ടിൽ അരിയിട്ട് വെക്കാത്ത പട്ടിണിക്കാലമാണ്. പലതരത്തിലുള്ള കാലങ്ങളാണ്. ഇങ്ങനെ കാലം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവ് വെള്ളം അടിച്ച് നടക്കും, നമ്മുടെ കാര്യം അന്വേഷിക്കത്തില്ല. ഈ മക്കൾ തമ്മിലടിയും പല വിഷയങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് നടക്കണില്ലേ? അല്ലേ? ഇപ്പോൾ ആപ്പൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം ടിക്ടോക്ക് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ വന്നില്ല. ആപ്പുള്ളത് ചിലക്ക് കളി കാണണം, ചിലക്ക് സ്പോർട്സ് കാണണം, ചിലക്ക് സിനിമ കാണണം, ചിലക്ക് കോമഡി കാണണം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു മൊബൈലിന് പകരം ചിലക്കിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിന് മൊബൈൽ വേണം. അപ്പോൾ 2 മൊബൈൽ കൊണ്ട് തമ്മിലിടിയാണ് ഓരോ പ്രോഗ്രാമിനെ.
അപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞ് ഉടക്കി പല തമ്മിൽ ചിലപ്പോൾ അടിയും, ചിലപ്പോൾ തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അതിൻ്റെ പേരിൽ പല ആൾക്കാരും കെറിയിക്കുകയും വഴക്കിടുകയും എന്നിട്ട് നമ്മൾ ചില അറിയാതെ സമയത്ത് തെറ്റ് ചെയ്തവനെ നമ്മൾ പിന്നെയും വഴക്കിടും, തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ വഴക്കിടും. തെറ്റ് ചെയ്തവനെ തെറ്റ് ചെയ്യുന്നതിന് എപ്പോഴും സൂത്രക്കാരനായിരിക്കുമല്ലോ. അവൻ എന്ത് ചെയ്യുന്നത് ന്യൂട്രലായിട്ടേ നിൽക്കത്തുള്ളൂ, അവൻ വെളിപ്പെടുത്തില്ല. അപ്പം നമ്മളോർക്കും തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ ആരെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ പാർഷ്യലായിട്ട് വിധിച്ചെന്ന് വരും. അപ്പോൾ അവർക്ക് അമ്മ ഇപ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കും, അവനാണ് സൂത്രപ്പണി മുഴുവൻ കാണിക്കണത്. അപ്പോൾ അടികൊള്ളാനും ഞാൻ, വഴക്ക് കേൾക്കാനും ഞാൻ. ഉടനെ അവർ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഉടുപ്പലക്കുക, ഭക്ഷണം പാകം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യണവനാണ് എപ്പോഴും പരാജയപ്പെട്ട് വരുന്നത് കുടുംബത്തിൽ. വെറുതെ തിന്നണവൻ എപ്പോഴും വലിയ ആളായിരിക്കും, അവൻ സൂത്രപ്പണി മുഴുവൻ കാണിക്കുകയും ചെയ്യും. അപ്പനും അമ്മയും അറിയാതെ അവൻ്റെ കൂടെ കൂടുകയും ചെയ്യും. കാര്യം അവൻ്റെ വിക്രയികളൊന്നും അപ്പനും അമ്മയും അറിയുന്നില്ല, അവൻ സൂത്രത്തിലാണ് ആ കാര്യം ഒപ്പിക്കുകയും ചെയ്യണത്. അപ്പോഴവന് പറഞ്ഞു ഇവിടെ എന്ത് നീതി, ഇവിടുത്തെ ന്യായം, ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് അരി വെക്കത്തില്ല. അപ്പോൾ ഉച്ചക്ക് ഊണുമില്ല. എന്ത് ചെയ്യും? ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ആരും കുറ്റം പറയരുത്. ഇവരെന്താ പറയുന്നത്? വചനം 8:2 എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിടുകയാണ്. ആത്മീയ സർപ്പങ്ങളാണ് മരുഭൂമിയിലുള്ളത്, അതുപോലെ തന്നെ കരിന്തേളുകളും ഉണ്ട് മരുഭൂമിയിൽ. ഇവിടെ എന്താണ്? നിങ്ങളെ വിശപ്പറിയാൻ വിട്ട്. ഉച്ചക്ക് ഭക്ഷണം ഇല്ലല്ലോ, സമരത്തിലല്ലേ ആൾക്കാർ. അരിവെപ്പ് തൊഴിലാളികളെല്ലാം സമരത്തിലാണ്, നമുക്ക് ഭക്ഷണമില്ല. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലും തിരക്കാനും ആളില്ല. വാട്ട് ഡു? കഴിക്കാനുള്ളവരൊക്കെ വീട്ടിൽ പുറന്തിട്ട് തിന്നിട്ട് അവരവർ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ കഴിച്ചാൽ ഇല്ലെന്ന് പോലും തിരക്കാൻ ആളുമില്ല. വാട്ട് ഡു? എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ സമയത്ത് വരുമ്പോൾ? അവിടെ നിന്ന് മരുഭൂമിയിൽ നിങ്ങളെ വിട്ടത് വിശപ്പറിയാൻ വിടുകയാണ്. എന്തിനാണ്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഈ മക്കളെ കൊണ്ട് മാത്രമല്ല, മക്കളുടെ ശമ്പളം കൊണ്ട് മാത്രമല്ല, മക്കളുടെ സ്നേഹം കൊണ്ട് മാത്രമല്ല. അപ്പം പരവേണ്ട വിധമാണല്ലോ. നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ഊർജ്ജം തരുന്ന എല്ലാം അപ്പമല്ലേ. ഒരു സ്നേഹബന്ധം ചിലപ്പോൾ അപ്പമായിട്ട് വരും. നമ്മൾ അത് എല്ലാം അപ്പമാണ്. എന്നിട്ട് നമ്മളവർക്ക് എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ ചത്തുപോയതിനും ഞാൻ ഇവർക്ക് വേണ്ടിയെല്ലാം ജീവിക്കണമെന്നൊക്കെ വെറുതെ കള്ളത്തരം. മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല. എൻ്റെ നീ ദൈവത്തിലാണെങ്കിൽ എപ്പോഴെങ്കിലും ഓർക്കണം, എൻ്റെ മക്കളെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭർത്താവിനെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭാര്യയെ കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, അയൽവാസികളെ ബന്ധുക്കളെ അവർ ഫോൺ ചെയ്തിട്ട് നമ്മൾ ഉടനെ ഡെസ്പാകും. വാട്ട് നോൺ സെൻസ്, ആർ യു എ ക്രിസ്ത്യൻ? ഇപ്പോൾ കുറച്ച് പേര് നമ്മളെ വീട്ടിൽ വിളിച്ചു, അമ്മ അവർ വിളിച്ചില്ലല്ലോ. ഇപ്പം നമ്മളെ കൊണ്ട് കാര്യമൊന്നും ഇല്ലായിരിക്കും. വീട്ടുകാരൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിക്കുമായിരുന്നു, പശു ചത്ത് മോരുടെ പുളിയും കെട്ട്. നമ്മൾ ഓരോ ഡയലോഗ് ഫിറ്റ് ചെയ്യണതാണ്. എന്താണ്? മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നവർ ഇങ്ങനെ ഓരോ ഇതാണ് അപ്പം എന്ന് പറയണത്. നമുക്ക് തൃപ്തി തരണ എല്ലാം അപ്പമാണ്. ചില സമയത്ത് നമുക്ക് തൃപ്തി തരുന്ന ബന്ധങ്ങൾ, നമുക്ക് തൃപ്തി തരുന്ന വ്യക്തികൾ, നമുക്ക് തൃപ്തി തരുന്ന ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, പണം, എല്ലാം തൃപ്തി. വാട്ട് ഈസ് ബ്രെഡ് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് യു? നിന്നെ എന്ത് തൃപ്തിയാക്കുന്നു അതാണ് അപ്പം. അപ്പം നമ്മളെ തൃപ്തിയാക്കുന്ന കൊണ്ട് മാത്രമാണ് ജീവിക്കണതെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. ദാറ്റ് ഈസ് നോട്ട്. നീ ദൈവവേദനാണ്, ദൈവം നിങ്ങളെ തിരുത്തും. എന്താണ്? മനുഷ്യൻ നാളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമല്ല. ഈശോ പറഞ്ഞത് എന്താണ്? ഈ വെള്ളം കുടിക്കണം, ഇനി ദാഹിക്കും. 4:13 പറഞ്ഞില്ലേ? യോഹന്നാൻ്റെ പുസ്തകം 4:13 എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ തൃപ്തിപ്പെടുത്തുന്നത് ഈ വെള്ളം കൊണ്ടാണെന്ന് ധരിച്ചാൽ നിനക്കിനിയും ദാഹമുണ്ടാകും. എന്തിനുള്ള ദാഹമാണത്? തിരുനാളിന് മഹാദിനത്തിൽ അവൻ എഴുന്നേരുതെന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ട്, കം ടു മീ, ദോസ് ഹു തേഴ്സ്റ്റ് കം ടു മീ. ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരണം. യേശുക്രിസ്തുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. നീ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനാണ്. നിനക്ക് പലതരത്തിലുള്ള വിശപ്പ്, തൃപ്തിപ്പെടുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങളെല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് പോകുമ്പോൾ, അപ്പം കൈമോശം വരുമ്പോൾ നീ മനസ്സിലാക്കണം, അപ്പമെന്ന് പറയണത് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു. അതുപോലെ അല്ല ഈ അപ്പം എന്ന് പറയുമ്പോൾ, മോശ അല്ല അപ്പം തരുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പം തരുന്നത് എന്ന് പറയുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് തരുന്ന അപ്പം യേശുക്രിസ്തുവാണെങ്കിൽ ആ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ ഓർക്കേണ്ടത് എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിന്നെ തോൽപ്പിക്കുമ്പോൾ ഓർക്കുക, ഈ അപ്പം കഴിച്ചാൽ മക്കൾ എത്ര സ്നേഹിച്ചാലും നമ്മൾ വയസ്സാകും, ഇല്ലേ? മക്കൾ എത്ര തന്നാലും ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തയ്യാതമേണ്ടി വരും. ഈ അപ്പം കഴിക്കുന്നവൻ ഇനിയും വിശക്കും, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന അപ്പം കഴിക്കുന്നവന്, ഞാൻ തരുന്ന അപ്പം എന്താണ്? യേശുക്രിസ്തുവിനെയാണ്.
അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ജീവിത മരുഭൂമി അനുഭവങ്ങളിലൂടെ, ഈ ആഗ്നേയ സർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നത്. എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് വാക്ക്. നിയമാവർത്തനം 8:2 വാക്കെന്താണ്? ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങളെ തൃപ്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, സ്വന്തങ്ങൾ, ബന്ധങ്ങളെല്ലാം ദൈവം കൈവെക്കുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണെങ്കിൽ ദൈവ പൈതലേ വചനത്തിലേക്ക് പിന്തിരിയുക, യേശുവിനെ സ്വീകരിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സങ്കടപ്പെട്ട് വെറുതെ ഇരുന്ന് അത് ഇതും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമം വരണ സമയത്ത് കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കണം. തേളുകളും ആഗ്നേയ സർപ്പങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ മരുഭൂമിയിലൂടെ നീ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നീ ഏകസ്ഥനായിപ്പോയി, ആർക്കും നിന്നെ വേണ്ട എന്ന് എല്ലാവർക്കും എന്നെ ഉപയോഗം ഉണ്ടായിരുന്ന കാലങ്ങളിൽ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഇപ്പം അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഡിപ്രൈവ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട്, ദൈവത്തിനും മനുഷ്യനോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നീ ജീവിക്കേണ്ടത്. നിന്നെ തൃപ്തിപ്പെടുത്തേണ്ടത് എന്തെല്ലാം നിന്നെ തൃപ്തിപ്പെടുത്തിയാലും ഈ വെള്ളം കുടിക്കണമെന്ന് ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടി ഒരിക്കലും ദാഹിക്കത്തില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിന്നെ മരുഭൂമിയിലൂടെ നയിക്കുന്നത്. എന്തിനാണ്? യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് വാട്ട് യു നീഡ്, അതിനാണ് നിന്നെ എളിമപ്പെടുത്തണത്. നിന്നെ എളിമപ്പെടുത്താനാണ് ഈ മരുഭൂമി അനുഭവങ്ങൾ. അത് ദൈവം ചെയ്യണ ജോലിയാണ്. അത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട എളിമപ്പെടുത്തലുണ്ട്. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കൊണ്ടുകൂടിയാണ് നീ ജീവിക്കണമെന്നാണ് നിയമാവർത്തനം 8:2-3 പറയുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴാണ് അതിനാണ് ഉയർത്തപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളെ താഴ്ത്തുന്നത് ആരൊക്കെയാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു ഇല്ലേ? നമ്മുടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:12 തന്നെത്താൻ താഴ്ത്തുന്നവൻ ആണ് ഉയർത്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ താഴ്ത്തപ്പെടുന്നതെന്നാണ് ബൈബിളിൻ്റെ ഒരു ഫോർമുല, ഒരു ആധ്യാത്മിക പ്രക്രിയ എന്ന് പറയണത്. അതാണ് മത്തായി 23:12 തന്നെത്താൻ. അപ്പോൾ താഴ്ത്തുന്ന ആരെല്ലാമാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു. പിന്നെ ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം നമ്മളെ താഴ്ത്തും, മനുഷ്യർ. അതാണ് ഐസയ 53:3. മനുഷ്യർ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തുവെന്ന്. യേശുവിനോട് സാരൂപ്യം പ്രാപിക്കാൻ വേണ്ടി ഇതുപോലെ എൻ്റെ കമ്മ്യൂണിറ്റി ചില സമയത്ത് സമ്മർദ്ദത്തിലാക്കും നമ്മളെ. അപ്പോഴതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുവിലേക്ക് തിരിയാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ജീവിതത്തിൽ വരണത്. പിന്നെ എന്താണ്? ദൈവം തന്നെ നമ്മളെ മരുഭൂമിയിലൂടെ നയിക്കും. അതാണ് അവിടുന്ന് പറയണത്. നിയമാവർത്തനം 8:2-3 എന്താ പറയണത്? അവിടുന്ന് നിങ്ങൾ മരുഭൂമിയിലേക്ക്. അപ്പോൾ 3 തരത്തിലാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്. എന്തിനാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്? എന്തിനാണ് ഇങ്ങനെ? ഇത് 3 യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്കും ഉയർച്ച ഉണ്ടാകും. കത്തിയാൽ ഓർക്കണം, ഉയർത്തി വെക്കാനാണെന്ന് ഓർക്കണം. ഉള്ളം കത്താൻ അനുഭവങ്ങൾ എന്തുമാത്രമുണ്ട്? കൊളുത്തപ്പെട്ട ഓർക്കണം, എടുത്ത് വെക്കപ്പെടാനാണെന്ന് ഓർക്കണം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷമല്ലേ? സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:15 വിളക്ക് കൊളുത്തുന്നത്
പീഠത്തിന്മേൽ എടുത്ത് വെക്കാനാണ്. അപ്പം കൊളുത്തപ്പെടുന്ന അവസ്ഥ, ഉള്ളം കത്തുന്ന അവസ്ഥ നമുക്കുണ്ടാവും. അപ്പോഴും ദൈവം ഉദ്ദേശിക്കണത് എന്തിനാ? പീഠത്തിന്മേൽ എടുത്ത് വെക്കണത് എന്തിനാണ്? വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കാണാനാണ്. നിൻ്റെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശാൻ വേണ്ടിയാണ് നിന്നെ കത്തിക്കണത് ദൈവം. അതിനെ എളിമപ്പെടുത്തുക എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കത്തിക്കുക എന്നുള്ളത്. നിൻ്റെ അഭിമാനത്തെ കത്തിക്കും, ആരോഗ്യത്തെ കത്തിക്കും, സമ്പത്തിനെ കത്തിക്കും, മൊത്തം കത്തിക്കും. നിന്നെ വിളക്കാക്കി മാറ്റും. പീഠത്തിൽ എടുത്തു വെക്കും എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ. കാര്യം എന്താണ്? എല്ലാവർക്കും നിന്നെ കത്തിച്ച് കഴിയുമ്പോൾ നീ ആരായി മാറും? നീ ക്രിസ്തുവായി മാറും. കാര്യം ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പ്രകാശം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൻ്റെ തകർച്ചകളെ ലോകത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന വലിയ വിശ്വാസത്തിൻ്റെ സുവിശേഷ സാക്ഷികളാകാൻ ദൈവം നമ്മളെ വചനത്തിലൂടെ ഒരുക്കിയായിരുന്നു. ഇനി ഒരു നിമിഷം ജീവിത പ്രതിസന്ധികളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പതിനായിരക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിൻ്റെ ദുരന്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി ചെയ്ത് ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ അൾത്താരയിലാണ് അച്ഛൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരാണെന്ന് ഓർക്കണം. എന്നത് ശരീരത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ അച്ഛൻ പറയും ഇപ്പോഴേ. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എപ്പോഴും യേശുനാമത്തിൽ രോഗമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പല തരത്തില് തകർന്നിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, എല്ലാ മക്കൾക്കും വേണ്ടി അമ്മേ പരിശുദ്ധമേ മാധ്യസ്ഥം വഹിക്കണമേ. ഈ ധ്യാനം ഈ ആഴ്ച മുഴുവനും പല പ്രാവശ്യം കൂടാൻ സാധ്യതയുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ആണിപ്പെടുതാടുന്ന അത്ഭുത കരത്താൽ അവരെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങള്, തീരാവേദികള് മാറിപ്പോകട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക മക്കളെ. കർത്താവായ ഈശോമിശിഹായേ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ വിശുദ്ധമായ രക്തം അങ്ങയുടെ മുൾക്കിടത്തിനൊഴുകുന്ന വിശുദ്ധമായ രക്തം തലവേദന അനുഭവിക്കുന്നവരുടെ ശിരസിലേക്ക് ഒഴുക്കണമേ. അങ്ങയുടെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളുടെ വിശുദ്ധ രക്തത്താൽ കരചരണങ്ങളിലെ രോഗപീഠ അനുഭവിക്കുന്നവരെ അങ്ങ് പൂശണമേ. യേശുവിന്റെ നാമത്തിലെ വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, വേദനകള് യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവന്റെ അസ്ഥികളൊന്നും അവർ നുറുക്കിയില്ലെന്ന് അനുസ്മരിച്ചുകൊണ്ട് ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന അസ്ഥിക്കുഴകളില് വേദനയുള്ളവര്, നീരുള്ളവര്, അസ്ഥി ദ്രവിക്കുന്നവര്, അസ്ഥി ഉരുകുന്നവര് യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 മെസ്സേജ് ഉണ്ട്. ഒന്ന്, ഈ പിൻകഴുത്തിന് താഴെയുള്ള സ്ഥലങ്ങൾ. വാട്സാപ്പിന് അനച്ചാൽ അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് അതിൻ്റെ കശേരികൾ എന്ത് ഇളകിയിരിക്കുകയോ അത് നുറുങ്ങിയിരിക്കുകയോ അതുപോലെ തന്നെ അവിടെ നീര് കെട്ടിക്കിടക്കുകയോ മരവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരും പിൻകഴുത്തിനും മുതുകിനും മുകളിലുള്ള സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗികളും ഇപ്പോഴ് പതകിനെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയുള്ളവര്, നടുവിന് കശേരികള് ഇളകിയവര്, മുതുകിന് മരവിപ്പുള്ളവര് യേശുനാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ കോവിഡ് ബാധിച്ചവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ക്വാറന്റൈൻ താമസിക്കുന്നവരും പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്ന് ശരീരത്തിൻ്റെ ശ്വാസമണ്ഡലം കൊണ്ട് തിരിച്ചറിയുന്നവരും പനി മാറാത്തവരും നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഈ നിമിഷം നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കോവിഡ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ക്വാറന്റൈൻ താമസിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ രോഗികളെ, വലിവ്, ശ്വാസമുട്ടല്, ആസ്മ രോഗികളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ചകം കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശ്വാസകോശ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. മക്കളെ, ഉദര രോഗികള് അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അൾസർ രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ എല്ലാം അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കൾ ഇല്ലാത്തവർ അടിവെച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസിന് കേടുള്ളവർ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നീണ്ട ഉദരങ്ങളെ സ്പർശിക്കുന്നതാണ്. ഉദരത്തിൻ്റെ കുഴപ്പം കാരണം ഉറക്കമില്ലാത്തവർ, ഉദരം തട്ടിവീർത്തവർ, മഹോദര രോഗികൾ, കരൾ രോഗം മൂലം ഉദരം തട്ടിവീർത്തവർ, എങ്ങനെ ഉദര സംബന്ധമായ മുഴുവൻ രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന നിമിഷമാണ്. കർത്താവെ അനേകായിരം മക്കളെ അങ്ങ് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. കർത്താവെ, ഇപ്പോഴും ഉദര രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെ തിരുമുറുപാടുന്ന വരതുകരം അണിപ്രധാന അത്ഭുതകരത്ത് കർത്താവെ വയറിനെ സ്പർശിക്കണമേ. കർത്താവെ, അൾസർ രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ ഉദരരോഗങ്ങൾ സൗഖ്യമാകട്ടെ. മക്കളെ, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, ആസ്മ രോഗികള്, എപ്പിലിപ്സി രോഗികള്, XLE രോഗികള്, അപസ്മാര രോഗികള്, മാനസിക രോഗികള്, മനസ്സംബന്ധമായി ഡിപ്രഷൻ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തവർ മക്കൾക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ ഉള്ളംകാലം ഉച്ചവരെ കർത്താവെ, ദഹന്തുകൾ തൊട്ട് ശിഖ വരെ കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങളെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അതായത് ഭാര്യ ഭർത്തകന്മാർ തമ്മിൽ ഇനി ഒരിക്കലും ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കണത്. ഇനിയിപ്പോൾ അതും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അകന്നുപോയ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. ഈ ആരാധന അതിമനോഹരമായ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ വേദന കാണുന്നു, നിങ്ങളുടെ കുടുംബം തകരുന്നത് കാണുന്നു. ഇപ്പോഴേ കർത്താവെ അങ്ങ് കാണിച്ചിരുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അകന്നുപോയ കുടുംബങ്ങൾ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ, കേസിൽ, വഴക്കിൽ, അതിർത്തി തർക്കങ്ങളിൽ എല്ലാം അകപ്പെട്ടു പോയവർ, കർത്താവെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവുമില്ലാത്ത രീതിയിൽ ജീവിതം നിരർത്ഥകമായി പോയ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ അങ്ങയുടെ വിശുദ്ധമായ വരത്തുകാരം ആ കുടുംബങ്ങളെ തളിക്കണമേ, സ്മരിച്ചിക്കണമേ. ഈശോ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. അടുത്ത കർത്താവ് നിന്റെ നാമത്തെ കർത്താവ് ആ കുടുംബത്തിന് അടുത്തറിയുന്ന കർത്താവ് അങ്ങനെ അഭിഷേകത്തിന് അടിയൻ കർത്താവ് സമാധാനം ആശംസിക്കുന്ന യേശു ക്രിസ്തു നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന് കൃപ നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര സംഘർഷത്തിലൂടെ പോവുകയാണ്. കാരണം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പലർക്കും മൊബൈലില്ല, പലർക്കും TV ഇല്ല. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എഴുതിയതിന് ശേഷവും ഇപ്പോഴ് വീണ്ടും റീടെസ്റ്റ് വന്നിരിക്കുന്നു. കൊറോണ വ്യാപകമായി പോകുമ്പോഴും നമ്മൾ ഒരു വലിയ വിഷമസന്ധിയിൽ പൊതുജീവിതം സ്തംഭിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കർക്കശ്യമാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കൊറോണയും അതോട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവിത തകർച്ചകളും യേശുക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും